നമ്മൾ വ്യവസായ സൗഹൃദത്തിന്റെ കാര്യത്തിൽ കേരളം പോരാ എന്നുള്ളതായിരുന്നു പൊതുവെ ഉണ്ടായിരുന്ന ഒരു പ്രതീതി. അതോടൊപ്പം തന്നെ നമ്മുടെ റാങ്കിങ്ങും 28ാമതായിരുന്നു. വളരെ മോശമായ ഒരവസ്ഥയിലായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ ഗവൺമെന്റ് ഇട്ട അടിത്തറയും ഈ ഗവൺമെന്റ് നടത്തിയ മുന്നോട്ടുള്ള നടപടികളുടെ ഭാഗമായി ഇന്ന് നമ്മൾ വ്യവസായ സൗഹൃദത്തിൽ രാജ്യത്ത് തന്നെ 1ാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞു. അത് ഏറ്റവും അഭിമാനകരമായ നേട്ടമാണ്. 28ലെ റാങ്കിങ്ങിന്റെ അതേ മാനദണ്ഡങ്ങൾ തന്നെയാണ് 1-ലെത്തിയപ്പോഴും റാങ്കിങ്ങിൽ പിന്തുടർന്നിട്ടുള്ളത്. അതേപോലെ തന്നെ 2021 കേരളത്തിൽ 75,000-ഓളം MSMEകളാണ് ഉദ്യം രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് 15.4 ലക്ഷത്തോളമായി ഉയർന്നിരിക്കുന്നു. അപ്പോൾ രജിസ്ട്രേഷൻ നോക്കുകയാണെങ്കിൽ 14.5 ലക്ഷത്തോളം വർധനവ് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ പുതിയ സംരംഭങ്ങൾ എന്ന നിലയിൽ 3.5 ലക്ഷത്തിലധികം സംരംഭങ്ങൾ വന്നിരിക്കുന്നു. വ്യവസായ മേഖലയിൽ വന്ന മാറ്റത്തെ സംബന്ധിച്ച് സംരംഭക സമൂഹത്തിന്റെ അഭിപ്രായമാണ് യഥാർത്ഥത്തിൽ ഞാനല്ല ഇതിനെക്കുറിച്ച് പറയേണ്ടത്. കേരളത്തിലെ സംരംഭകർ, പ്രധാനപ്പെട്ട സംരംഭകരായ എല്ലാവരും തന്നെ അതോടൊപ്പം നിൽക്കുന്നു. ഈ മാറ്റം അവരുടെ കൂടി ഒന്നുചേർന്നുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ്. ലോകോത്തര കമ്പനികൾ ഇന്ന് കേരളത്തിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളെല്ലാം തന്നെ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. എന്നാൽ നമുക്ക് സാധ്യമാകുന്ന നമ്മുടെ പരിസ്ഥിതിക്കും നമ്മുടെ നാടിനും ഇണങ്ങുന്ന വ്യവസായങ്ങളാണ് ഇവിടെ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇപ്പോൾ ലോകത്തിന്റെ പല ഭാഗത്തും ജോലി ചെയ്തിരുന്നവർ ഉൾപ്പെടെ കേരളത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്തവർ കേരളത്തിലേക്ക് തിരിച്ചു വരുന്നു. റിവേഴ്സ് മൈഗ്രേഷനും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. വ്യവസായത്തിന്റെ വളർച്ച എന്നുള്ളത് ഇന്ന് അഖിലേന്ത്യാ ശരാശരിയേക്കാളും ഉയർന്നതാണ്. നമ്മുടെ GDP-യിലേക്കുള്ള വ്യവസായത്തിന്റെ സംഭാവനയും പ്രത്യേകിച്ച് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസിന്റെ സംഭാവനയും ഉയർന്ന തോതിലേക്ക് എത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയാവുന്ന നേട്ടമാണ്.